Hi friends, welcome to Craft Wonders. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സ്റ്റാർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മൾ നോർമൽ സ്റ്റാറിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറാണിത്. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിന് വേണ്ടത് നമുക്കൊരു A4 സൈസ് പേപ്പറാണ്. ആദ്യം നമുക്കിതിൻ്റെ സെൻറ്റർ ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു സൈഡ് സെൻറ്ററിലോട്ട് മടക്കി കൊടുക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പേപ്പർ ബാഗ് പോലെയാണ് ഉണ്ടാക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നവർക്ക് ഇത് അറിയാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ അതിൻ്റെ താഴത്തും 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. 1 സെൻറ്റിമീറ്റർ നിങ്ങൾക്കൊരു കണക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അടയാളപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഗ്ലൂ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1 സെൻറ്റിമീറ്റർ. ഈ 1 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ സൈഡ് ഇതിൽ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ 2 സൈഡും മടക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കണക്കിനായിട്ട് നമുക്കൊരു 2.5 സെൻറ്റിമീറ്റർ 2 സൈഡിലും അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ താഴത്തും അടയാളപ്പെടുത്തണം. 2.5 സെൻറ്റിമീറ്റർ രീതിയിലായിരുന്നു മടക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ താഴത്തുനിന്ന് മേലോട്ടായിട്ട് ഒരു 1 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ കണക്കുകളൊക്കെ നിങ്ങൾക്ക് ഒരു ഊഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് മടക്കുകയും കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഒരു എല്ലാം ഓരോ അളവിലാവാൻ വേണ്ടിയാണ് ഇവിടെ ഞാനൊരു കണക്ക് പറയുന്നത്. ഇനി നമ്മൾ 2.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും കറക്റ്റ് അളവ് അനുസരിച്ചിട്ട് 2 സൈഡും മടക്കി കൊടുക്കുക. നമ്മളിവിടെ താഴത്തൊരു 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്തതിന് ശേഷം 2 സൈഡും ഒന്ന് മടക്കിയിട്ട് അതിൽ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ 2 സൈഡിലും 2.5 അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ മടക്കിയിട്ട് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. 2 സൈഡും ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. അതായത് പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണിത്. രണ്ട് ഭാഗവും മടക്കിയതിന് ശേഷം നമുക്ക് താഴെ വരുന്ന ഭാഗം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇതാ എങ്ങനെയാണ് പേപ്പർ ബാഗ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. ഇത് ഇതിൽ നമുക്ക് എങ്ങനെയാണ് സ്റ്റാർ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേപ്പർ ബാഗ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നമുക്കിത് ചെയ്യാം. ഇനി നമുക്കിവിടെ കുറച്ച് ഡിസൈൻസുകൾ വരച്ചു കൊടുക്കണം. അത് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പെൻസിൽ വെച്ചിട്ട് ഡിസൈൻ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് സെൻറ്റർ മടക്കുക. എന്നിട്ട് നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇപ്പോൾ കർവായിട്ടും ട്രയാങ്കിളായിട്ടും ഞാനിതിൽ ഒരു കർവ്, അതുപോലെ ട്രയാങ്കിൾ ഷേപ്പ്, പിന്നെ ഒരു സ്റ്റാറിൻ്റെ ഹാഫ് ഭാഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റാർ കിട്ടും. പിന്നെ മുകളിലായിട്ട് കുറച്ചിങ്ങനെ നീട്ടിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. അത് ഡിസൈൻ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വരച്ചു കൊടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കട്ട് ചെയ്യലൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ഡിസൈനായിട്ട് വരും. ഇനി നമുക്കിതുപോലത്തെ 9 പീസ് നിങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ വലിയൊരു സ്റ്റാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 9 പീസ് വേണം. ഇപ്പോൾ ഇതിലും ചെറിയ സ്റ്റാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഒരു 9 എന്നുള്ളത് ഒരു 7ഉം 5 ഒക്കെ മതിയാവും. ചെറിയ സ്റ്റാറാണ്. ഇതിപ്പോൾ A4 സൈസ് അത്രയും സൈസുള്ള സ്റ്റാറാണല്ലോ. അപ്പോൾ നമുക്കൊരു 9 പീസ് വേണം. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ ചെയ്ത് കൊടുക്കാം.
ഗ്ലൂ ചെയ്തതിന് ശേഷം ഓരോ പീസായിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ പീസുകളും ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പീസസും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി ഇത് ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. ഉണങ്ങിയതിന് ശേഷം നമുക്ക് മെല്ലെ സ്ലോവിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നിങ്ങനെ മെല്ലെ മെല്ലെ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടല്ലോ ഇതുപോലെ. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൽ സത്യത്തിൽ നമുക്കിതിൻ്റെ ഉള്ളിൽ ബൾബൊന്നും ഇടാൻ പറ്റില്ല. ചെറിയ ചെറിയ ബൾബ്, അതായത് നമ്മുടെ ഫെയറി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ട് ഗ്ലൂ ചെയ്യണം. ഗ്ലൂ ചെയ്തതിന് ശേഷം നമുക്കൊരു ത്രെഡ് വെച്ചിട്ട് ഒരു ഹോളൊക്കെ ഇട്ടിട്ട് നമുക്ക് ത്രെഡൊക്കെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.